പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ഡോക്യുമെന്ററി സംവിധായിക ബിന്ദു സാജൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എം പി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ടെലിവിഷൻ രംഗത്ത് 3 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയമുള്ള അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സംവിധായികയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിലെ അതിഥി ശ്രീമതി ബിന്ദു സാജൻ. സ്വാഗതം. നന്ദി. ഏറ്റവും പുതിയ വിശേഷം, ഇപ്പോൾ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം വാങ്ങിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അത് ഏറ്റുവാങ്ങിയത്. ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ്, പലായനത്തിൽ നഷ്ടപ്പെട്ടവർ എന്ന ഡോക്യുമെൻ്ററിക്കായിരുന്നു ആ പുരസ്കാരം. നമുക്ക് ആ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പുറകിലോട്ട് പോവാം. എങ്ങനെയാണ് ഈ പലായനത്തിൽ നഷ്ടപ്പെട്ടവർ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി പറയുന്നത്? മ്യാൻമാറിൽ നിന്ന് ആൻഡമാനിലെ മായാബണ്ടർ ദ്വീപിലേക്ക് കുടിയേറി പാർത്ത ഒരു ട്രൈബിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. എങ്ങനെയാണ് ഈ ആശയം വരുന്നത്? ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷത്തോളം ജീവിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലാണ്. അപ്പം അവിടുത്തെ പോർട്ട് ബ്ലെയർ ദൂരദർശൻ കേന്ദ്രത്തിലായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ആ സമയത്ത് പോസ്റ്റിങ്. അപ്പോൾ ബൈ ചാൻസ് യാദൃശ്ചികമായിട്ടാണ് സോസെയ്ത്ത എന്നൊരു പാസ്റ്ററെ, ഒരു പള്ളിയിലച്ചനാണ് അദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ ദ്വീപിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാവുന്ന, കരയൻ ഭാഷ ഒഴിച്ച് വേറെ എന്തെങ്കിലും ഒരു ഭാഷ അറിയാവുന്ന ഏക വ്യക്തി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് ഇത്ര അത്ഭുതകരമായ ഒരു ട്രൈബിനെ കുറിച്ചും ഇന്നുവരെ ചരിത്രത്തിൽ ഇന്നുവരെ അവിടെ ആരും ഒരു ക്യാമറ പോലും വച്ചിട്ടില്ല, അവരെക്കുറിച്ച് ഒന്നും ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ അറിയുന്നത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്താലോ എന്നൊരു പ്ലാനിലോട്ട് വരുന്നത്. ഡോക്യുമെൻ്ററി എന്താണെന്നോ ക്യാമറ അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത ഒരു ജനതയായിരുന്നു അവർ. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് അവിടെ ഒരു ലൊക്കേഷൻ വിസിറ്റ് പോകുക എന്നുള്ളതാണ് ചെയ്തത്. മായാബന്ദർ എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അത് ആൻഡമാനിൽ നിന്ന് നിക്കോബാറിലേക്ക് ഉള്ള ഒരു ദ്വീപ സമൂഹമാണ് മായാബന്ദർ. അവിടെയാണ് ഈ കരയൻ ട്രൈബ് ഉള്ളത്. അപ്പം അവിടെ കുറച്ച് നാൾ താമസിച്ചിട്ട് അവരുടെ ഒരു വിശ്വാസം, കാരണം അവരെപ്പോഴും പുറത്തുനിന്ന് വരുന്നവരെ, ഔട്ട്സൈഡേഴ്സിനെ കുറച്ച് സംശയത്തോടെ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ സൊസൈറ്റി നമ്മളെ സഹായിച്ചു. അവരോട് സംസാരിച്ച് കുറച്ച് നാൾ അവിടെ പോയി താമസിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് അവരുടെ കഥകളൊക്കെ കേട്ട് അങ്ങനെയാണ് അവസാനം ഈ ഡോക്യുമെൻ്ററിയിലോട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൊഡക്ഷൻ 2 ഭാഗങ്ങളായിട്ടാണ് നടന്നത്. ആദ്യം ഈ വർക്കുകളെല്ലാം ചെയ്ത് ഒരു വട്ടം ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ട് വീണ്ടും പിന്നീടാണ് ഒന്നുകൂടി എടുത്ത് റീവർക്ക് ചെയ്തെടുക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിഷമമാണ്, ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയ്ക്ക് വില പിടിച്ച ഫുട്ടേജസ് ആയിരുന്നു അത്. അപ്പോൾ അത് ഒരു ഹാർഡ് ഡ്രൈവ്, അതിൻ്റെ ബാക്കപ്പായിട്ട് വെച്ച വേറെ ഹാർഡ് ഡ്രൈവ്, 2 സാധനങ്ങൾ ഒരുപോലെ എറർ വരികയും അത് എവിടെയെല്ലാം നോക്കിയിട്ടും പറ്റാതെ അവസാനം കൊച്ചിയിലുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ടെക്നീഷ്യൻ കുറേ ഫുട്ടേജസ് റിട്രീവ് ചെയ്തു. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഈ ഫൈനൽ കൾമിനേഷന് വേണ്ടി വച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ അതെല്ലാം നഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഡോക്യുമെൻ്ററി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം, ഏതായാലും ഉള്ള ഫുട്ടേജസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് സുബിൻ എന്ന് പറഞ്ഞൊരു എഡിറ്ററുടെ കൂടെ ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങി. സുബിൻ അതിൻ്റെ റഫ് കട്ടൊക്കെ ചെയ്തു, ഉള്ള സാധനങ്ങൾ വെച്ച് റഫ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയമിൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിലാണ് ഇത് ചെയ്തത്. അത് കഴിഞ്ഞ് ആ സാധനവും നമുക്ക് നഷ്ടപ്പെട്ടു. മീഡിയമിൽ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഇന്നില്ല. നാഷണൽ അവാർഡ് കിട്ടിയ അജിത്ത് എന്ന് പറഞ്ഞ എഡിറ്റർ, ഈടെയൊക്കെ ഡയറക്ടർ അജിത്തായിരുന്നു എനിക്ക് എല്ലാ സൗകര്യങ്ങളും അന്ന് ചെയ്തു തന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഡോക്യുമെൻ്ററിക്ക് ഫണ്ടിങ് ഒന്നുമില്ല, നമുക്ക് ഒരു ഫണ്ടിങ്ങും ഇല്ല. കുറച്ച് ക്രൗഡ് ഫണ്ടഡ് ആണെങ്കിലും വേറെ ഫണ്ടിങ് ഇല്ലായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പം എൻ്റെ ആത്മവിശ്വാസം മുഴുവൻ പോയി. ഞാൻ വിചാരിച്ചു അത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല ഈ പ്രോജക്റ്റ് എന്ന് വിചാരിച്ച് ഞാനതിനെ മനസ്സിൽ നിന്ന് കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വർഷങ്ങൾ കുറച്ച് കടന്നുപോയി. അപ്പോൾ ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്ന എൻ്റെ മോൻ അബു, അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ക്യാമറമാനും എഡിറ്ററുമായിട്ട് എൻ്റെ കൂടെ കൂടി. പിന്നെ കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവനാണ് എന്നെ എല്ലാ ദിവസവും എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അമ്മ എന്തുകൊണ്ടത് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെയും ഉള്ളത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ റിസർച്ചെല്ലാം ഒന്നുകൂടെ പൊടി തട്ടിയെടുത്തു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് മയാൻമാർ ഷൂട്ടിങ്ങും ലഡ്കപ്പുസെ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറമാൻ ഫ്രീ ആയിട്ട് അവിടുത്തെ ഫുട്ടേജസ് നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നതും ഒക്കെ പിന്നെ കൂട്ടിച്ചേർത്ത സാധനങ്ങളാണ്. അങ്ങനെയാണ് സംഭവിച്ചത്.
ഈ പ്രോജക്റ്റിന് എനിക്ക് തോന്നുന്നു 3 ഇൻ്റർനാഷണൽ പുരസ്കാരങ്ങളും ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ? അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യം. ആക്ച്വലി 4 പുരസ്കാരങ്ങൾ, ബ്ലാക്ക് കാറ്റ് ഇത് ഉൾപ്പെടെ 4 അന്തർദേശീയ പുരസ്കാരങ്ങൾ ഇതിന് കിട്ടി. അവരെ ആകർഷിച്ചത് ഒരുപക്ഷെ ഇവരെ കുറിച്ചിട്ട് ഇതുവരെ ഒരു ഡോക്യുമെന്ററി ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പലായനത്തിൽ നഷ്ടപ്പെട്ടവരുടെ വിശേഷങ്ങൾ. അതിനെ തുടർന്ന് പിന്നെ വന്ന ഒരു ഡോക്യുമെൻ്ററി എന്നാണോ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞത്. ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ജലജീവിതം സ്ത്രീ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു തോട്ട്, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒന്ന് പറയാമോ? ആ ഡോക്യുമെന്ററി ജലജീവിതം സ്ത്രീ സാക്ഷ്യങ്ങൾ അത് ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈ ആണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. ഇതിനു മുമ്പുള്ള ചില സാധനങ്ങൾ ട്രാക്ക് റെക്കോർഡ് കണ്ടിട്ട് അവർ നമ്മളെ ഇത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അപ്രോച്ച് ചെയ്യുമായിരുന്നു. എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ഇത്ര സിവിയർ ആണ് സിറ്റുവേഷൻ എന്നുള്ളത്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ലൊക്കേഷൻ വിസിറ്റ് പോയിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ലൊക്കേഷൻ വിസിറ്റ് പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം പോകുമ്പം എത്തുന്ന സ്ഥലമാണിത്. പക്ഷെ അത് രണ്ടും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം ഇത്രത്തോളം ദുരിതത്തിൽ വൃശ്ചികപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണ്ട് അവിടെ ആ സ്ഥലങ്ങളിൽ വർഷത്തിൽ ഒരു വെള്ളം കയറുന്നത്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മൂലം കഴിഞ്ഞ 10 വർഷമായിട്ട് 365 ദിവസവും അവരുടെ വീടുകളിൽ ഏറ്റവും പാവപ്പെട്ട ദരിദ്രരായ ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണത്. വളരെ മോശമായ വീടുകളാണ് അവരുടെ. ആ വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൽ ദിവസത്തിൽ 2 തവണ വെച്ച് രാവിലെ കയറിയാൽ ഉച്ചയോടുകൂടി അത് ഇറങ്ങും, വെളുപ്പിനെ കയറും, ഉച്ചയോടുകൂടി ഇറങ്ങും, ഉച്ചയ്ക്ക് ശേഷം പിന്നെയും കയറും. അങ്ങനെ 2 തവണ. അത് ഏറ്റവും വൃത്തികെട്ട വെള്ളം, വേസ്റ്റും മാലിന്യവും ചെളിയും എല്ലാം ഏറ്റവും വൃത്തികെട്ട വെള്ളമാണ് കയറുന്നത്. വീട് ദ്രവിച്ച് താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് CR കീഴിൽ വരുന്നത് കൊണ്ട് വേറെ എവിടെയും വീട് വയ്ക്കാനുള്ള ഒരു സഹായം പോലും കിട്ടാനുള്ള സാധ്യത പോലുമില്ല. ഇത് നമ്മൾ ഡിസാസ്റ്റർ ആയിട്ട് ഗവൺമെൻറ് ആരും കരുതുന്നില്ലാത്തതുകൊണ്ട് ഇതൊരു നാച്ചുറൽ ഒരു പ്രകൃതി പ്രതിഭാസമാണ്, ഡിസാസ്റ്റർ അല്ല എന്നുള്ളതാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് യാതൊരു ഫണ്ടിങ്ങും ഒരു സാധനവും ഒരു സഹായവും കിട്ടുന്നില്ല. ഒരുപാട് രോഗാതുരമായ ഒരു സമൂഹം ഈ അവസ്ഥയിൽ ജീവിക്കുന്നതുകൊണ്ട് ചെറുപ്പക്കാരൊരു മാർഗം ഉണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. എല്ലാ വീട്ടിലും കുറച്ച് പ്രായമായ ആൾക്കാരും എല്ലാം ജീവിക്കുന്ന ഒരു 22 പഞ്ചായത്തുകൾ, ഭീകരമായ, എനിക്കത് പറയാൻ അറിഞ്ഞൂടാ, അത് പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവസ്ഥയാണ് അവിടെ. അപ്പം തന്നെ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉറപ്പായി അത് ചെന്ന് കഴിഞ്ഞപ്പം. അപ്പം അങ്ങനെയാണ് നമ്മൾ കാലാവസ്ഥ വ്യതിയാനം. അപ്പം അത് നമ്മൾ സ്ത്രീകളിലൂടെ കഥ പറയാനാണ് ശ്രമിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകും, കുറേ എക്സ്പേർട്സ് പോകും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ കണ്ടോ അവരുടെ ജീവിതം എന്ത് ദുരിതപൂർണ്ണമാണ് നമ്മൾ അതിനകത്ത് കമൻട്രി കൊടുത്ത് നമ്മൾ പറയും. ഇത് ഞങ്ങൾ ശ്രമിച്ചത്, ഞങ്ങൾ ആ സ്ത്രീകൾക്ക് ഞങ്ങൾ വീഡിയോ ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്തത്. ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വീഡിയോ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരിലൂടെയാണ് നമ്മൾ കഥ പറയാൻ ശ്രമിച്ചത്. അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പൊതുജനം ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ ഒരു ഫോർമാറ്റാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ആ നാടകത്തിൽ അഭിനയിച്ചതെല്ലാം ജീവിതത്തിൽ ഒരിക്കലും സ്റ്റേജിൽ കയറാത്ത സ്ത്രീകളും അവിടെയുള്ള ആളുകളും തന്നെ അഭിനയിച്ചു. അത് ഭയങ്കര ഹിറ്റായി ആ നാടകം. ഡോക്ടർ ശ്രീജിത്ത് രമണൻ ഡയറക്റ്റ് ചെയ്ത ആ നാടകം. പിന്നെ മാപ്പിങ് കൃത്യമായ എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ ഡേറ്റയുടെ അഭാവം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ തന്നെ കൃത്യമായി അവരതിന് ടെക്നിക്കൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുമായിരുന്നു. അപ്പം അവർ തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്, എവിടെയാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും മോശം കണ്ടീഷനിലുള്ളതെന്നൊക്കെ ഒരു മാപ്പിൻ്റെ രൂപത്തിൽ ഒരു ഡേറ്റ പോലെ ഉണ്ടാക്കി അവരത് പഞ്ചായത്തിലോട്ട് സബ്മിറ്റ് ചെയ്യും. അതെല്ലാം ചെയ്തത് ഈ സ്ത്രീകൾ തന്നെയാണ്. അവരുടെ ഡെയിലിയുള്ള ജീവിതത്തിന് പുറമെ ഒരു പേയ്മെൻറ്റ് പോലും ഇല്ലാതെ വോളണ്ടറി ആയിട്ടാണ് ഇവരിത് ചെയ്തത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയമായി. ഏത് പാട്ട് പറയും? എനിക്കൊരു വളരെ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഹരിഹരൻ പാടിയൊരു പാട്ട്, മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് തോന്നണേ ഡോക്ടർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിലെയാണ്. ആ പാട്ട് ഞാൻ ദിവസത്തിൽ ഒരു തവണയിൽ എന്നും കേൾക്കുന്ന ഒരു പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികളാണ്, ബെനറ്റും വീത്തിരാഗും ചേർന്നാണ് ആ പാട്ട് സംഗീതം നൽകിയിരിക്കുന്നത്. നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിന് മുമ്പ് ജലജീവിതം സ്ത്രീ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഈ നാടകത്തിൻ്റെ ഒരു സാധ്യത ഉപയോഗിക്കാം എന്ന് വിചാരിക്കുകയും എന്ന് മാത്രമല്ല സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡീനിനെ തന്നെ അതിൻ്റെ അകത്ത് അസോസിയേറ്റും കിട്ടുകയും ചെയ്തില്ല. അതെങ്ങനെയായിരുന്നു ആ ഒരു തോട്ട്?
അത് ആക്ച്വലി എൻ്റെ ഐഡിയ അല്ല. ഇതിനകത്ത് ഫണ്ട് ചെയ്തത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയാണ്. അവിടുത്തെ ഒരു ഫാക്കൽറ്റി പ്രൊഫസർ ഡോക്ടർ മഞ്ജുള ഭാരതി, ഡോക്ടർ മഞ്ജുളയുടെ സജഷൻ ആയിരുന്നു അത്. നമ്മുടെ ടീമിന് നാടകത്തിലൂടെ ആകുമ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടാവോ എന്നൊക്കെ ചിലരൊക്കെ ഒരു സംശയമൊക്കെ പറഞ്ഞു. മഞ്ജുളയ്ക്ക് അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. നാടകം വേണം, നാടകം ഒരു പവർഫുൾ ടൂളാണ് എന്ന് മഞ്ജുളയാണ് ഉറപ്പിച്ചു പറഞ്ഞത്. വളരെ കാലം എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ് ശ്രീജിത്ത്. ശ്രീജിത്തിൻ്റെ കുടുംബാംഗം തന്നെയാണ്, അത്രയും സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പോൾ ശ്രീജിത്തിനോട് ഞാനിത് പറഞ്ഞു. അപ്പോൾ അവന് താല്പര്യമായി. അവൻ കുറച്ച് ദിവസം ഈ സ്ഥലത്ത് പോയി താമസിച്ച് അവൻ അങ്ങനെ ഒരു നാടക ഭാഷ രൂപപ്പെടുത്തിയത്, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് രൂപപ്പെട്ടത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഷ മാത്രമേ അവന്, ഒരു ഡ്രമറ്റോളജി അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ശരിക്കും അവിടുത്തെ ആളുകൾ തന്നെയാണെന്ന് പറയാം. സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തതും സ്റ്റോറി ഡെവലപ്പ് ചെയ്തതും ഒക്കെ അവർ തന്നെയാണ്, അവരോടുകൂടി ചേർന്നിട്ടാണ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ അവതരണം അവിടെയുള്ള ഒരു ചർച്ചിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ വന്നിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് എല്ലാവരും അത് കണ്ട് തകർന്ന് കരയുന്ന സീൻ ഞങ്ങൾ കണ്ടു, ആദ്യത്തെ അവതരണം. അപ്പോൾ എനിക്ക് ഉറപ്പായി. പക്ഷെ അതിനെക്കാട്ടും അത്ഭുതം, മുംബൈ IIT ക്യാമ്പസിൽ ഈ നാടകത്തിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഭാഷ അറിഞ്ഞുകൂടാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, മലയാളം അറിഞ്ഞുകൂടാത്തവരുണ്ടായിരുന്നു. അവിടെ വെച്ച് അത് അവതരിപ്പിച്ചപ്പോഴും, അത് സ്റ്റേജെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന വെള്ളത്തിൽ തന്നെയാണ്, ചെവിട്ടോർമ എന്നാണ് നാടകത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വെച്ചും ഇത് ഭാഷയൊന്നും അറിഞ്ഞുകൂടാത്ത അവിടുത്തെ സ്റ്റുഡൻസ് ഇത് കണ്ടിട്ട് കണ്ണ് നിറയുകയും കരയുകയും ചെയ്യുന്ന കാഴ്ച, അത്ഭുതകരമായൊരു കാഴ്ച ഞങ്ങൾ കണ്ടു അവിടെ. അപ്പോൾ ഭാഷയ്ക്കപ്പുറം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് ഉറപ്പായി അത് കണ്ടപ്പം. അതും ഈ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും ചെയ്തൊരു ഡോക്യുമെൻ്ററി ആയിരുന്നല്ലോ. അതെ അതെ, അത് ആഫ്രിക്കൻ ഹ്യൂമൻ റൈറ്റ്സ് ഫെസ്റ്റിവലിലും 2 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ അത് പങ്കെടുത്തിരുന്നു. ജലജീവിതം സ്ത്രീസാക്ഷ്യങ്ങൾ അത് കുടുംബശ്രീയുമായി ഒരു സങ്കല്പത്തിലും കൂടിയായിരുന്നല്ലോ അത് വർക്ക് ചെയ്തെടുത്തത്. കുടുംബശ്രീയുടെ അത്തരത്തിലുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ അത് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ ഇടുക്കി ജില്ലയിലെ ആദിവാസി മേഖലയിലെ കുടുംബശ്രീ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള 3 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ പൊന്നമ്മ കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഏത് പഞ്ചായത്തായിരുന്നു എന്ന് മറന്നുപോയി, പൊന്നമ്മ കുട്ടപ്പൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 8-10 കിലോമീറ്ററോളം നടന്നാണ്, വേറെ ഒരു ഇതുമില്ല. അപ്പം കാട്ടിക്കൂടെയുള്ള വഴിയാണ്, താഴെയാണ്, ഒരു ഇടുക്കായിട്ടാണ്. ഈ മല മുഴുവൻ കയറി ഈ ദൂരം മുഴുവൻ ഇങ്ങോട്ട് നടന്നിട്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ വരുന്നത്. ഇത്രയും ആക്റ്റീവ് വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇത്രയും ആക്റ്റീവായിട്ടുള്ള, എനിക്ക് തോന്നുന്ന ദൂരദർശൻ നടത്തിയ ഒരു മികച്ച കുടുംബശ്രീ പങ്കുള്ള ഒരു 5 കോടി രൂപയുടെ ഒരു വലിയ പുരസ്കാരം ഉണ്ടായിരുന്നു. ആ പഞ്ചായത്തിനാണ് അത് ലഭിച്ചത്, പൊന്നമ്മ കുട്ടപ്പൻ്റെ. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ, ഇടുക്കി പോലത്തെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ കാലാവസ്ഥയോട് മല്ലിട്ട് കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ ജീവിച്ച് അവരുടെ ഒരു റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായിരുന്നു. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പരാതി പറയണ നമ്മുടെ സ്വഭാവമൊക്കെ മാറിക്കിട്ടും. കുറച്ചാൾ അവരുടെ കൂടെ പോയി താമസിച്ചാൽ മതി. എനിക്ക് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അത്. 3 ഫിലിം ഞാൻ അവിടെ ചെയ്തു. പിന്നെ കുടുംബശ്രീയെക്കുറിച്ച് മൊത്തത്തിലുള്ളൊരു ഡോക്യുമെൻ്ററി ഞാൻ ചെയ്തിരുന്നു. കുടുംബശ്രീ അവരുടെ മീഡിയ പാനലിൽ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. 2024 ഒരു ഡോക്യുമെൻ്ററി വരുന്നു. അത് സ്വാമി ആനന്ദ തീർത്ഥരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്. അത് ഇങ്ങനെ നമ്മൾ കണ്ടെടുക്കുന്ന, ചരിത്രത്തിൽ നമ്മൾ മറന്ന് ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിസിബിൾ അല്ലാത്ത ആൾക്കാരെ കണ്ടെടുക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ് ഈ ആനന്ദ തീർത്ഥരിൽ കൂടി സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആനന്ദ തീർത്ഥരിലെത്തുന്നത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കോഴിക്കോടുള്ള ശശി, വത്സല 2 പേരുണ്ട്. എപ്പോൾ കോഴിക്കോട്ട് പോയാൽ അവരുടെ കൂടെയാണ് നമ്മൾ താമസിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശശി പറയുന്നു, എൻ്റെ അച്ഛൻ്റെ പേര് ചൊക്കൻ എന്നായിരുന്നു, പക്ഷേ ഒഫീഷ്യൽ പേര് മോഹനചന്ദ്രഗുപ്തൻ എന്നാണെന്ന്. അയാൾ പറഞ്ഞു, അതിപ്പോൾ ചൊക്കൻ എന്ന് പറഞ്ഞ ഒരാളെങ്ങനെ മോഹനചന്ദ്രഗുപ്തൻ, അത് എന്താണ് ആ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ശശി പറയുന്നു, സ്വാമി ആനന്ദതീർത്ഥന് അവിടെ ആയിരുന്നു അച്ഛൻ പഠിച്ചത്, അപ്പോൾ അദ്ദേഹം ഇട്ട പേരായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല, ശശി പറയുമ്പോഴും കേട്ടിട്ടില്ല. അപ്പോഴാണ് ശശി സ്വാമി ആനന്ദതീർത്ഥൻ്റെ കഥ, ശശിക്ക് പോലും അത്രയ്ക്ക് അറിഞ്ഞുകൂടായിരുന്നു, അച്ഛൻ വളരെ നേരത്തെ മരിച്ചായിരുന്നു, അപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ആനന്ദതീർത്ഥനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആനന്ദതീർത്ഥൻ വളർത്തിയ ഒരു കുട്ടി, അനാഥനായിരുന്ന ഒരാൾ, കുഞ്ഞികൃഷ്ണൻ മാഷ്, LICയിൽ പിന്നെ ഓഫീസറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാൾ, കുഞ്ഞികൃഷ്ണൻ മാഷെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. കുഞ്ഞികൃഷ്ണൻ മാഷ് സ്വാമി ആനന്ദതീർത്ഥനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് ചെയ്യാതെ വയ്യ. കാരണം
അതത്രയും അത്ഭുതകരമായൊരു, നമ്മുടെ ഈ നവോത്ഥാന പാരമ്പര്യങ്ങളിലൊന്നും ഞാൻ ഈ പേര് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഈവൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷയുടെ അടുത്ത് ഞങ്ങൾ ഈ താല്പര്യം പറഞ്ഞത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് ഉത്സാഹമായി. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വാമിജിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു, പുള്ളിയുടെ ജീവിതം കൊണ്ട് മുഴുവൻ കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് അത് ഫണ്ട് ചെയ്യാൻ തീരുമാനിച്ച് ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടുമായിരുന്നു. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു അത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സാധനവും അവശേഷിക്കുന്നില്ലായിരുന്നു. 87-ലാണ് മരിച്ചതെങ്കിലും ഒന്നും അവശേഷിക്കുന്നില്ല. വീഡിയോയുടെ ഒരു കഷ്ണം പോലും ഇല്ല. ഫോട്ടോഗ്രാഫ്സ് ഉള്ളതാകെ 5-6 ഫോട്ടോഗ്രാഫ്സ്. അത് വെച്ചൊരു ഫുൾ ഡോക്യുമെൻ്ററി ചെയ്യാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളത് ഫിക്ഷണലൈസ് ചെയ്തത്, ഡോക്യു ഫിക്ഷനാക്കി മാറ്റി. അദ്ദേഹം പ്രവർത്തിച്ച തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം പോയി ഷൂട്ട് ചെയ്തത്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം, ഒരു പാട്ട് കേട്ടിട്ട്. ശ്രീവത്സൻ ജയമേനോൻ മ്യൂസിക് ചെയ്ത് അമൽ ആൻ്റണി പാടിയ റഫീഖ് അഹമ്മദിൻ്റെ വരികളായ മെയ് മാസമേ നിൻ നെഞ്ചിലെ പൂവാകെ ചോക്കുന്നത് എന്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ട പാട്ട്. ഗംഭീരമായ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞു നിർത്തിയത് ഡോക്യുമെൻ്ററികളായിട്ട് ആകെ ഫോട്ടോഗ്രാഫ്സ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. അതാകെ 5-6 ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ശ്രീജിത്ത് സാറിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ അവർ തമ്മിൽ ഒരു രൂപസാമ്യവും ഉണ്ടെന്ന് തോന്നി ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ. 2 കാരണങ്ങളുണ്ട്. ഈ ഡോക്യുമെൻ്ററിക്ക് ഫണ്ടിങ് തീരെ ഇല്ലായിരുന്നു. ആസ് യൂഷ്വൽ ഒരൊറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞികൃഷ്ണൻ മാഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ പെൻഷൻ അക്കൗണ്ടിൽ നിന്നാണ് ഇതെടുത്ത് മുഴുവൻ ചെയ്യേണ്ടത്. അപ്പം അത് ഞങ്ങൾക്കും ഒരു ഭയങ്കര കുറ്റബോധമായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മളാരും പേയ്മെൻറ്റ് എടുക്കുന്നില്ല എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആനന്ദതീർത്ഥൻ ആര് എന്ന് ആലോചിച്ചപ്പം എനിക്ക് അവൻ്റെ മുഖം മനസ്സിൽ വന്നു. ആനന്ദതീർത്ഥനാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ വേറൊരു കാരണം, അവൻ എൻ്റെ അടുത്ത് ഒരിക്കലും പൈസയ്ക്ക് കണക്ക് പറയില്ല. ആ സ്വാതന്ത്ര്യമുണ്ട്. എടാ പൈസ ഇല്ലടാ വന്ന് ചെയ്യണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവൻ നല്ലൊരു ആക്ടറാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതൊരു കാരണമാണ്. അത് അവൻ്റെ അടുത്ത് സംസാരിച്ചു. അവന് അപ്പം തന്നെ സന്തോഷത്തോടുകൂടി സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വർക്ക് ഈ പറഞ്ഞ മാതിരി 3-4 വർഷം പിന്നെയും നീണ്ടു. അതിനിടയ്ക്ക് 2 ആക്സിഡൻറ്റ് എനിക്ക് സംഭവിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവർക്കും, ക്രൂ എന്ന് പറയാൻ വലിയ ക്രൂ ഒന്നുമില്ല, ക്യാമറ മോനാണ്, വേറെ അധികം ആൾക്കാരും വേറെ ഒന്നും ഔട്ട്സൈഡേഴ്സിനൊന്നും വിളിച്ചിട്ടില്ല. സെക്കൻഡ് ക്യാമറ ചെയ്തത് എൻ്റെ ബ്രദറിൻ്റെ മോള് മീനാക്ഷിയാണ്. അങ്ങനെ 2 ക്യാമറമാൻ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പല കാരണങ്ങളും കൊണ്ട് ഡോക്യുമെൻ്ററി ഒരുപാട് നീണ്ടുപോയി. എങ്കിലും മനസ്സിന് ഏറ്റവും, എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു വർക്കാണ്. അദ്ദേഹത്തോട് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എഡിറ്റ് റൂമിലിരിക്കുമ്പോൾ, ഞാനും മോനും കൂടെ ഇരിക്കുമ്പോൾ ഓരോ പോയിന്റിലും ഓരോ ഷോട്ട് ഇടുമ്പോഴും നമ്മൾ പറയും, നമ്മുടെ സ്വാമിക്ക് ഇത് ഇഷ്ടപ്പെടുമായിരുന്നോ എന്ന് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നത്. വെച്ചാൽ ആ മുറിയിൽ ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് ഞങ്ങളോട് എപ്പോഴും സ്വാമി അനന്തതീർത്ഥനുണ്ടായിരുന്നു. അത്ര എനിക്ക് പറഞ്ഞാൽ, എനിക്കത് പറയുമ്പോൾ എനിക്കിപ്പോഴും എനിക്ക് കരച്ചിൽ വരും അതിനെക്കുറിച്ച് പറയുമ്പോൾ. അത്ര ഇമോഷണലായിട്ടും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാളുമായിട്ട് കുടുംബാംഗം പോലെ അത്ര അടുപ്പം തോന്നിയ ഒരാളാണ് സ്വാമി അനന്തതീർത്ഥൻ. അതിൻ്റെ തമിഴ്നാട്ടിലെ ഷൂട്ടിങ്, തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് 1 മണിക്കൂർ ഉള്ളിലോട്ട് പോകുന്നൊരു ഗ്രാമത്തിൽ വെച്ചിട്ടായിരുന്നു. അവിടെയായിരുന്നു അനന്തതീർത്ഥൻ്റെ ജീവിതത്തിൻ്റെ കുറേ കാലം ചെലവഴിച്ചത്. അപ്പം ഞങ്ങളങ്ങ് പോവുകയാണ് ഷൂട്ടിങ്ങിന്. ഫിക്ഷനാണ് താനും. ആകെ കൂടെ നമ്മുടെ കയ്യിൽ ഒരു ആക്ടർ ഉള്ളത് ശ്രീജിത്ത് മാത്രം, വേറെ ഒരു ആക്ടറും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ ചെന്നിട്ട് ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പിൽ ആദ്യം കാണുന്ന ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ. കാരണം ഒരു ആക്ടറിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റോ ഫണ്ട് സാധനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് തമിഴർ എന്ത് ഭയങ്കര ഉഗ്രൻ ആക്ടേഴ്സാണെന്നുള്ള. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, ജീവിതത്തിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ലാത്ത അവർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് എന്ത് കൂളായിട്ടാണ് അഭിനയിച്ചത് കാണുന്നവർക്കത് മനസ്സിലാവും. ഓൺ ദ സ്പോട്ട് നമ്മൾ കാണുന്ന ആൾക്കാരെ വിളിച്ച് അഭിനയിപ്പിച്ചതായിരുന്നു അത്. ഈ ഡോക്യുമെൻ്ററിയിലൊരു വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, അബു എന്ന അഭിജിത്ത് നാരായണൻ കോ ഡയറക്ടറായി വന്നു എന്നുള്ളതാണ്. അതെ, എങ്ങനെയായിരുന്നു ആ ഒരു തീരുമാനം? അബുവിനൊരു ഡയറക്ടോറിയൽ സാധനം ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും അവൻ്റെ സജഷൻസ് എല്ലാം ഭയങ്കര നല്ലതാണ്. പിന്നെ അവൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഞാൻ കുറച്ച് പഴയ ജനറേഷൻ ആണ്. അവൻ ആ കാര്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവൻ പുതിയ കാര്യങ്ങളെല്ലാം എപ്പോഴും നോക്കുന്ന ആളാണ്. പിന്നെ ബേസിക്കലി ഒരു ഡയറക്ടോറിയൽ സെൻസ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അവനെ കോ ഡയറക്ടറാക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചുള്ള ആദ്യത്തെ ഡോക്യുമെന്ററി 2024 പുറത്തു വരുന്നു. എങ്ങനെയുണ്ട് അതിന്റെ ഒരു സ്ക്രീനിങ്ങിന്റെ ഒക്കെ ഒരു റിസപ്ഷൻ? എനിക്ക് തോന്നുന്നത് ഒരു 80-100ഓളം സ്ക്രീനിങ് ആണ് അതിൻ്റെ കഴിഞ്ഞത്. ഇതിൻ്റെ സ്ക്രീനിങ് മുംബൈയിലുണ്ടായിരുന്നു. മുംബൈ IIT-യിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലും ഒക്കെ ഇതിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. ഭയങ്കര റെസ്പോൺസാണ് അതിന് വന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള റെസ്പോൺസ് വന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഗ്രാമങ്ങളിലും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലും എല്ലാം പോയി. പാലക്കാടിനടുത്തുള്ളൊരു ചേരി പ്രദേശമുണ്ട്,
അവിടെ ഒരു കോളനി ഉണ്ട്. അവിടെയായിരുന്നു ഞങ്ങൾ കുറേ ഭാഗം ഷൂട്ട് ചെയ്തത്. അവിടെയുള്ളവർ അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എല്ലായിടത്തും പോയി ഞങ്ങൾ സ്ക്രീൻ ചെയ്തു. നല്ല റെസ്പോൺസായിരുന്നു. നമുക്ക് കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ടാലോ? മധുചന്ദ്രികയുടെ ചായത്തളികയിൽ, വയലാർ ദേവരാജൻ, പി ജയചന്ദ്രൻ. അതെ, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇനി നമ്മൾ കുറച്ച് പഴയ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ത ബിരുദവും BEdും ഒക്കെ നേടിയ ഒരു പെൺകുട്ടി, പക്ഷേ മാധ്യമരംഗത്താണ് കാലുറപ്പിക്കാൻ തീരുമാനിച്ചത്. അതും വീട്ടുകാരോട് ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങി. എങ്ങനെയായിരുന്നു ആ സംഭവം? ഞാൻ ശരിക്കും വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത്രയും വർഷം മുമ്പുള്ളൊരു കാര്യമൊന്നും കൂടി ആലോചിക്കണം. 56 വയസ്സായി എനിക്കിപ്പം. അന്ന് മീഡിയ സ്ത്രീകൾ തീരെ ഇതിലേക്ക് വരുന്നില്ല. സ്ത്രീകൾ വരുന്ന വലിയ കുഴപ്പമാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട് തന്നെ. ആ സമയത്ത് ഇപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറയും, എനിക്ക് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്ന് പറയും. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും ചിരിക്കും. കാരണം ഞങ്ങളുടെ വീട് കുറച്ച് പഴയ മട്ടിലുള്ള ഒരു കൺസർവേറ്റീവ് വീട് തന്നെയാണ്. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂളിൽ. അച്ഛന് ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് ഭയങ്കര മതിപ്പായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതിലും ഒരു നോബൽ പ്രൊഫഷൻ ഈ ലോകത്തിലില്ല എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഞാൻ ടീച്ചർ ആവണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷേ MAക്ക് ശേഷം BEdന് ചേർന്നു. ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലായിരുന്നു BEd. ആ സമയത്താണ് ഞാൻ പ്രസ് ക്ലബ്ബിലെ ഈവനിങ് ക്ലാസ്സിൽ ഒരു എൻട്രൻസ് എഴുതി കിട്ടി. ഈവനിങ് ക്ലാസ്സിൽ ഞാൻ ഇതും കൂടെ പഠിച്ചത്. അപ്പോൾ കുറച്ച് നാൾ ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ ഒരു 5 വർഷത്തോളം ഞാൻ ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട് കാഷ്വലായിട്ട്. എനിക്ക് അന്ന് ആകാശവാണി കുറേ സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് കിട്ടിയിരുന്ന ഈ പൈസ എനിക്ക് ഭയങ്കര പോക്കറ്റ് മണി, എന്നെ നിലനിർത്തിയിരുന്ന ഒരു സാധനമായിരുന്നു അത്. കുറച്ച് നാളിന് ശേഷം അച്ഛനെ ഞാൻ കൺവിൻസ് ചെയ്യിപ്പിച്ചു എനിക്ക് ടീച്ചിങ് അല്ല. എൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോട്ടൺ സ്കൂളിലായിരുന്നു. അതേസമയം തന്നെ ഞാൻ ബ്രെയിലി ഭാഷ പഠിച്ചിരുന്നു. കുറേ ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഡെഫ് ആൻഡ് ഡം സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമായിരുന്നു. അവർക്ക് സ്ക്രൈബായിട്ട് പോയി എക്സാം എല്ലാം എഴുതുമായിരുന്നു. അങ്ങനെ വേറൊരു സെക്ഷൻ പിള്ളേരും ഉണ്ടായിരുന്നു. എനിക്ക് ടീച്ചിങ് ഇഷ്ടമൊക്കെയാണ്, പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ പ്രൊഫഷനാക്കാൻ എനിക്ക് എന്തുകൊണ്ട് അതിനെക്കാട്ടിലും എന്നെ ഡ്രൈവ് ചെയ്തിരുന്ന ഒരു സാധനം യാത്ര ചെയ്യണം. യാത്രയാണ് എൻ്റെ ജീവിതത്തിൻ്റെ, എനിക്ക് തോന്നുന്ന മീഡിയയൊക്കെ സെക്കൻഡറിയാണ്. യാത്ര ചെയ്യാനുള്ള ആഗ്രഹം മാത്രമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും. അതിന് മീഡിയ സഹായകരമായേക്കും എന്നുള്ളൊരു ചിന്തയിലാണ്. അല്ലാണ്ട് ഒരു വലിയ പ്രൊഫൗണ്ട് തോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. സമൂഹത്തെ മാറ്റിമറിക്കാമെന്നോ അനീതിക്കെതിരെ പോരാടാമെന്നോ ഒന്നും അല്ല. യാത്ര ചെയ്യാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പഠിച്ചത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ചെയ്യുകയും ചെയ്തു. അത് മാരേജിന് ശേഷമാണ് ചെയ്തത് ആ കോഴ്സൊക്കെ. ഇതിനകത്ത് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോയെങ്കിലും ഭർത്താവ് G. സാജൻ ദൂരദർശൻ്റെ പ്രോഗ്രാം മേധാവിയായി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറുകളും ഈ യാത്രകളും ഒക്കെ എത്ര സ്വാധീനിച്ചിട്ടുണ്ട്? ഒരു ഗുണമുണ്ടായത് ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡ് സെറ്റാണ്. രണ്ടുപേർക്ക് യാത്രയോട് ഒടുങ്ങാത്ത ഒരു അഭിനിവേശമുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഓരോ ട്രാൻസ്ഫർ വരുമ്പോഴും നമുക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സെലിബ്രേഷൻ മോഡാണ്. ഭയങ്കര സന്തോഷമാണ്. ട്രാൻസ്ഫർ ഓർഡർ കിട്ടുമായി, ഞാൻ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി രാജിവെക്കുമായി, കൂടെ പോവുമായി, പിള്ളേരെ അപ്പം തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ച് കൊണ്ടുവരുവായി, അവിടെ പോണ സ്കൂളിൽ ചേർക്കുമായി. അങ്ങനെയൊരു കുടുംബമാണ് നമ്മുടെ. ശരിക്കും ഈ ട്രാൻസ്ഫർ കാരണമാണ് ഇന്ത്യയെ ഇത്രയും അടുത്തറിയാനും ഇത്രയും അധികം യാത്ര ചെയ്യാൻ പറ്റിയത്. ഈ ട്രാൻസ്ഫർ കാരണമായിരുന്നു. പ്രത്യേകിച്ചും ഷില്ലോങ്ങും മേഘാലയയും നോർത്ത് ഈസ്റ്റ് മുഴുവൻ നമ്മൾ ട്രാവൽ ചെയ്തു. അരുണാചൽ പ്രദേശ് എല്ലാ സ്ഥലങ്ങളും, ഭൂട്ടാൻ, നേപ്പാൾ മുഴുവൻ ട്രാവൽ ചെയ്തു. ആൻഡമാൻ നിക്കോബാർ ഇതുപോലെയായിരുന്നു. ഒരു ഗംഭീര ലൊക്കേഷനാണ് ആൻഡമാൻ നിക്കോബാർ. അതിനെക്കുറിച്ചൊരു ബുക്ക് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ പബ്ലിഷ് ചെയ്യും. ആൻഡമാൻ നിക്കോബാറിൻ്റെ ഒരു സ്റ്റഡി പോലത്തെ സാധനമാണ്. ട്രാവലോഗല്ല അത്, പക്ഷെ അതിപ്പോൾ വരുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കി ആ സൗഹൃദങ്ങൾ തുടരുകയും ചെയ്യുന്ന ഒരു. അതെ, ഞങ്ങൾ ആക്ച്വലി കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഉള്ള സാധനമാണ്. അതൊരു ഇൻഫോർമൽ ഏർപ്പാടാണ്. ഞങ്ങളെപ്പോലെ അധികം കാശ് കയ്യിലില്ലാതെ ട്രാവൽ ചെയ്യുന്നവർക്ക് നമ്മളൊരു വീട്ടിൽ പോയി ഫ്രീ ആയിട്ട് താമസിക്കുക എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് രാജ്യത്തു നിന്നുള്ള യാത്രക്കാർക്ക് നമ്മുടെ വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് താമസിക്കാം. നമ്മുടെ വീട്ടിൽ എന്തോ ഭക്ഷണം ഉണ്ടാക്കും, അത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഞങ്ങളിതുപോലെ പല രാജ്യങ്ങളും പോയിട്ട് അവിടെ പോയി എല്ലാം ഈ കൗച്ച് സർഫിംഗ് മെമ്പേഴ്സിൻ്റെ അടുത്ത് ഫ്രീ ആയിട്ട് താമസിച്ചിട്ടുണ്ട്. നമ്മുടെ യാത്രാ ചെലവിനെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങളുടെ യാത്ര. നമുക്ക് ഒരു പാട്ടും കൂടി, അവസാനത്തെ പാട്ട് ഏത് പാട്ടായിരിക്കും പറയാം? തീർച്ചയായിട്ടും നമ്മൾ മിസ് ചെയ്താത്തൊരു പാട്ട് എനിക്ക് തോന്നണേ ടുഡാലിയിലെ ദിലു ഖബിരായ ഹസാരികയുടെ. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ടുഡാലിയിലെ പാട്ട് കേൾക്കാം. ഇനി എന്താണ് പ്രൊഡക്ഷൻ പരിപാടികൾ? ആക്ച്വലി നമ്മളങ്ങനെ വലിയ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കമ്പനിയിൽ ആകെ 2 സ്റ്റാഫുള്ളത്. നമ്മളിപ്പോൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2 ബുക്കുകളുടെ പണിപ്പുരയിലാണ്. മധ്യേഷ്യൻ സ്റ്റെപ്പിൽ 3 നാടോടികൾ എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ട്രാവലോഗ. നല്ല റെസ്പോൺസ് വന്നു അതിന്.
അപ്പം അതിൽ പ്രചോദിതരായിട്ട് നമ്മളിപ്പോൾ ആൻഡമാൻ്റെ ബുക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു, സ്പെയിനിൻ്റെ ട്രാവലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൂടാണ്ട് മൈഗ്രേഷൻ ഒരു മേജർ ഒരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റാണത്. മുരളീത്തുമാരക്കുടി വഴി വന്ന ഒരു സാധനമാണ്. നമ്മുടെ ഇവിടെ വരുന്ന മൈഗ്രൻ്റ് ലേബറേഴ്സ് അവരുടെ ഗ്രാമങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ ആസാം, ബംഗ്ലാദേശ് വരെ ഉണ്ടല്ലോ, അവിടം വരെ പോയിട്ടും 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മേജർ പ്രോജക്റ്റ്, മൈഗ്രേഷൻ്റെ ഒരു സ്റ്റഡിയും അവരെക്കുറിച്ചിട്ടുള്ളൊരു കോംപ്രിഹെൻസീവ് ഡോക്യുമെൻ്ററിയാണ്. അതാണ് ഇനി വരുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ്. ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടക്കുന്നേ ഉള്ളൂ. പിന്നെ വേറെ ചില വർക്കുകൾ ഇപ്പോൾ ഉണ്ട്. സാക്ഷരതയുടെ 25 വർഷങ്ങൾ കേരളത്തിൻ്റെ, അതിൻ്റെ വർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ 1-2 ആഡ് ഫിലിം പോലത്തെ സാധനങ്ങളുണ്ട്, അത് അതിനിടയിൽ കൂടെ ഉണ്ട്. എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് അടുത്ത പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു പ്രിയഗാനങ്ങളിൽ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് വിട പറയാം. നന്ദി. ഡോക്യുമെന്ററി സംവിധായിക ബിന്ദു സാജൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വിള്ളനാട്.